ഇവിടെ എത്തിയ വളരെ പ്രശസ്തനായിട്ടുള്ള ആഫ്രിക്കൻ സഞ്ചാരി, പലപ്പോഴും നമുക്കറിയുന്ന ആഫ്രിക്കയിലെ മൊറോക്കോവിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരിയായിരുന്നു ഇബിൻ ബത്തൂത്ത. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് റിഹ്ല, കിതാബുർ റിഹ്ല, യാത്രയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കോഴിക്കോട് എത്തിയപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു മക്കാം, ഒരു കാൻഗാഹ്, ഒരു പർണശാല കാണുകയുണ്ടായി. ഈ പർണശാല ആരുടേതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പർണശാല ഖാസറൂനി സൂഫി ഗുരുക്കന്മാരുടെ പർണശാലകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഈ ഇറാനിൽ അന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു സൂഫി സരണിയായിരുന്നു ഈ ഖാസറൂനി സൂഫി സരണി എന്ന് പറയുന്നത്. ആ ഗുരുക്കന്മാരെ സമീപിക്കുവാനും അവർക്ക് നേർച്ചകൾ വഴിപാടുകൾ നൽകുവാനും ഒക്കെയുള്ള ഒരു കേന്ദ്രം കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇബിൻ ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം വരുന്നത് 13-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കൊല്ലം സന്ദർശിച്ചപ്പോൾ കൊല്ലത്തും ഇത്തരത്തിലുള്ള ഒരു പർണശാല ഞാൻ കാണുകയുണ്ടായി എന്ന്. എന്നാണ് അതിൻ്റെ അർത്ഥം? 14-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ സൂഫികളുടെ സാമീപ്യം ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ സൂചന നൽകുന്നത്. സൂഫികൾ വളരെയധികം ജനങ്ങളുമായി നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവരുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുകയും കച്ചവടക്കാരുമായിട്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന വളരെ സക്രിയമായ സൂഫി ഗുരുക്കന്മാരുടെ സാന്നിധ്യം നമുക്ക് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. 13-ാം നൂറ്റാണ്ട് തന്നെ മുതൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സൂഫി ഗുരുക്കന്മാരുടെ സാന്നിധ്യം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഇബ്ൻ ബത്തൂത്തയുടെ വിവരണം. ഇതുപോലെ തന്നെ നമുക്ക് ധാരാളം മറ്റ് ഉപാദാന സാമഗ്രികൾ ലഭ്യമായിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സൂഫി ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കാലം വരുന്നതിന് മുമ്പ് തന്നെ ഖാദിരി സൂഫികളുടെ സാന്നിധ്യം പൊന്നാനി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് ചില രേഖകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം പ്രൊഫസർ കുഞ്ഞാലിയെ പോലെയുള്ള ആളുകൾ പറയുന്നത്, വളരെ കാലം മുമ്പ് തന്നെ തസവൂഫ് എന്ന് പറയുന്ന ജ്ഞാനശാഖയുടെ സാന്നിധ്യം നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കാണുവാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സൈനുദ്ദീൻ മഖ്ദൂം തന്നെ രചിച്ചിട്ടുള്ള അദ്ഖിയ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഒരുപക്ഷെ കേരളത്തിൽ അക്കാലത്ത് എവിടെയും, കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം ആ ഗ്രന്ഥത്തിനൊരു വിശദീകരണം, ഒരു ഹാഷിയ അന്നത്തെ മക്കയിലെ പ്രബലനായിട്ട് ഒരു പണ്ഡിതൻ രചിക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ നിങ്ങൾ പലപ്പോഴും പണ്ടൊക്കെ മദ്രസകൾ പഠിപ്പിച്ചിരുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ഖിയ. വളരെ ചുരുങ്ങിയ വരികളിൽ വലിയ ആശയധാരകളെ സന്നിവേശിപ്പിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാവ്യശകലമാണ്, കാവ്യഗ്രന്ഥമാണ് അദ്ഖിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി ദർസുകളിൽ, നമ്മുടെ വിജ്ഞാന കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു വിജ്ഞാന ശാഖയായിരുന്നു തസവൂഫ്. അത്രത്തോളം സ്വാധീനമുള്ള ഒരു ആശയധാരയായി, ഒരു വിജ്ഞാന ശാഖയായി തസവൂഫ് കേരളത്തിൽ വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഒരു ജ്ഞാനശാഖ എന്നുള്ള നിലയിൽ, ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ത്വരീക്കത്ത് എന്നതിനേക്കാൾ ഉപരി ഒരു ജ്ഞാനശാഖ എന്നുള്ള നിലയിൽ തസവൂഫ് വളരെ കാലം മുതൽ തന്നെ കേരളത്തിൻ്റെ ജ്ഞാനലോകത്ത്, ജ്ഞാനമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവാം അത്തരം ഗ്രന്ഥങ്ങൾ ലോകത്തിന് വിവിധ പാഠശാലകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അറബി ഭാഷയിൽ രചിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ കണ്ണൂരിലേക്ക് വരുമ്പോൾ, കണ്ണൂരിൻ്റെ സാംസ്കാരിക ആത്മീയ രംഗങ്ങളിൽ, സാമൂഹിക രംഗങ്ങളിൽ സൂഫി ഗുരുക്കന്മാർക്ക് വളരെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൻ്റെ ഒരു അന്ത്യഭാഗമാകുമ്പോഴേക്ക്, അതിൻ്റെ അന്ത്യപാദത്തിലടുക്കുമ്പോൾ മലബാറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കച്ചവട കേന്ദ്രം വളപട്ടണമാണ്. വളപട്ടണം അതിന് മുമ്പ് തന്നെ, 15-ാം നൂറ്റാണ്ടിന് എത്രയോ മുമ്പ് തന്നെ വളപട്ടണം വളരെ വലിയ ഒരു കച്ചവട കേന്ദ്രമായിരുന്നുവെന്ന് പല സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പോലും, ഉദാഹരണത്തിന് മൂഷക വംശകാവ്യ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ വളപട്ടണത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. വളപട്ടണത്ത് വന്നു ചേരുന്ന
വൈദേശിക കച്ചവടക്കാരുടെ കപ്പലുകളെക്കുറിച്ച്, അറബികളുടെ കച്ചവട സംഘങ്ങളെക്കുറിച്ച് സൂചനകൾ ഈ മൂഷക വംശകാവ്യത്തിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രദേശം, വളരെ പ്രാധാന്യമുള്ള ഒരു ബിസി പോർട്ടായിട്ട് വളപട്ടണം 15-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ വളർന്നു വന്നിരുന്നു എന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ഈ വളപട്ടണം ഒരു കൈമാറ്റ കേന്ദ്രം മാത്രമായിരുന്നില്ല, ചരക്കുകളുടെ കൈമാറ്റ കേന്ദ്രം മാത്രമായിരുന്നില്ല വളപട്ടണം, ആശയങ്ങളുടെ കൈമാറ്റ കേന്ദ്രം കൂടിയായിരുന്നു. അതിന് ഏറ്റവും നല്ല തെളിവ് വളപട്ടണത്ത് ഇന്നും തലയുയർത്തി നിൽക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മക്കാം, ഒരു ദർഗ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടേതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കക്കുളങ്ങര എന്ന് പറയുന്ന പഴയ പേരുള്ള വളപട്ടണത്തിൻ്റെ ആ പ്രദേശത്ത് നിലകൊള്ളുന്ന മനോഹരമായിട്ടുള്ള വാസ്തുശില്പ സൗന്ദര്യത്തോടുകൂടി ഉയർത്തി നിൽക്കുന്ന ആ മക്കാം, ആ ദർഗ ഒരു വലിയ ചരിത്രത്തിൻ്റെ സ്മാരകമാണ്. അങ്ങകലെയുള്ള റഷ്യയിലെ ബുഖാറ എന്ന് പറയുന്ന സ്ഥലവും വളപട്ടണവും തമ്മിൽ എന്ത് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ വളപട്ടണത്തിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ മക്കാം. എന്താണ് ജലാലുദ്ദീൻ, അതിനെക്കുറിച്ച് ദീർഘമായിട്ട് ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായിരുന്നു ജലാലുദ്ദീൻ ബുഖാരി തങ്ങന്മാർ, ബുഖാര സയ്യിദുമാർ, സദാത്തുക്കൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ ജനങ്ങളോട് നിരന്തരമായി സംവദിച്ചു. വളരെ വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ. അവർ ചെയ്തിരുന്നത്, അവരുടെ പിന്മുറക്കാർ, അവരുടെ ശിഷ്യഗണങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെ സമസ്യകളെ പരിഹരിക്കുക, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള പള്ളികൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. കേരളത്തിൽ പള്ളികളില്ലാത്ത പ്രദേശങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുക, പ്രാർത്ഥനാലയങ്ങൾ സ്ഥാപിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, ജനങ്ങളോട് സംവദിക്കുക, അവരുടെ സമസ്യകൾക്ക് പൂരണം നിർദ്ദേശിക്കുക, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ഈ ജലാലുദ്ദീൻ ബുഖാരി സയ്യിദുമാർ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാസ്തുശില്പ സൗന്ദര്യമുള്ള ഒരു മക്കാമാണ് വളപട്ടണത്തിലെ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ മക്കാം. അന്ന് വരെ കേരളത്തിൽ പലപ്പോഴും നമ്മൾ വളരെ ലേറ്റർ പീരീഡിലാണ്, വളരെ കാലത്തിന് ശേഷമാണ് വളരെ വലിയ മിനാരങ്ങളുള്ള മക്കാമുകളും പള്ളികളും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മക്കാം, മിനാരങ്ങളോടുകൂടിയുള്ള ഒരു കുബ്ബക്ക് പകരം മനോഹരമായിട്ടുള്ള മിനാരമാണ് നാം കാണുന്നത്. ഈ ഇൻഡോ സാരസൻ ആർക്കിടെക്ചറിന്റെ വ്യാപനത്തോടു കൂടിയാണ് കേരളത്തിൽ കുബ്ബകളും ഡോം അതുപോലെ തന്നെ മിനാരവും വന്നിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇത്തരം കെട്ടിടങ്ങൾ സ്ഥാപിക്കുവാനും അത് പരിപാലിക്കുവാനും ഇവിടെ കാരണമാവുകയുണ്ടായി. ഈ മക്കാമിനെ കുറിച്ചുള്ള നമ്മൾ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അവിടെ ഒരു ജാതിക്കോ ഒരു മതക്കാരനോ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ നമ്മൾ ഷെയർഡ് സേക്രഡ് സ്പേസ് എന്നാ പറയാം. പരസ്പരം ആളുകൾ സഹകരിച്ചുകൊണ്ട് എപ്പോഴും ആളുകൾക്കും വന്നു ചേരാവുന്ന ഒരിടം, ഒരു സ്ഥലരാശിയെ സൃഷ്ടിക്കുവാൻ ഈ സൂഫി സയ്യിദുമാർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശുദ്ധിയോ അശുദ്ധിയോ ബാധിക്കാതെ, ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് മാനവികമായിട്ടുള്ള ഒരു തലത്തെ പ്രബോധനം ചെയ്തു എന്നുള്ളതാണ് ഈ മഹാന്മാരായ സൂഫി സയ്യിദുമാരുടെ പ്രാധാന്യം. അവർ ജനങ്ങളോട് പറഞ്ഞത് മനുഷ്യത്വത്തെക്കുറിച്ചാണ്, മാനവികതയെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്, ഐക്യത്തെക്കുറിച്ചാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ കേരളീയ സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, പരസ്പരം കണ്ണിൽപ്പെട്ടാൽ പോലും ദോഷം വരുന്ന ചാതുർവർണ്ണത്തിൻ്റെയും അതുപോലെ തന്നെ ഐക്യത്തിൻ്റെയും ഒരു കാലമുണ്ടായിരുന്ന സമയത്ത് അവർക്ക് സമാധാനവും അവർക്ക് നീയും മനുഷ്യനാണ് എന്നുള്ള ബോധം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ആശയധാരയായിട്ടാണ് തസവുഫ് വർദ്ധിച്ചത്, സൂഫിസം വർദ്ധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് വളപട്ടണം സയ്യിദുമാർ. നമ്മുടെ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ കണ്ണൂരിൻ്റെ സാംസ്കാരികവും അതുപോലെ ആത്മീയവുമായ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് വളപട്ടണം പുഴ. എങ്ങനെയാണ് ഒരു പുഴ ഒരു ജനതയുടെ, ഒരു ജനപദത്തിൻ്റെ ചരിത്രത്തെ സ്വാധീനിക്കുക എന്നുള്ളത് ഏറ്റവും വളരെ വലിയ ഒരു അന്വേഷണമാണ്. പ്രത്യേകിച്ചും സാമൂഹ്യശാസ്ത്ര രംഗത്ത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഒരു ജനതയുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു.
എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. വളപട്ടണം പുഴ നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളുടെയും ഒഴുകുന്ന മനോഹരമായിട്ടൊരു പുഴയാണ്. അതിലൊരുപാട് കൈവഴികളുണ്ട്. ഈ കൈവഴികൾ കണ്ണൂരിൻ്റെ ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രോജ്വലമാക്കിയിട്ടുള്ള ചരിത്രമാണുള്ളത്. പല ഉൾനാടൻ പ്രദേശങ്ങൾ, വടക്കൻ കേരളത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന ഈ വളപട്ടണം പുഴ വഴിയാണ് വളപട്ടണത്തിൻ്റെയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെയും പല ഉൾനാടൻ പ്രദേശങ്ങളിലേക്കും ഇസ്ലാമിൻ്റെ ആഗമനമുണ്ടായിട്ടുള്ളത്, അതിൻ്റെ പ്രസരണമുണ്ടായിട്ടുള്ളത്. അതിൻ്റെ തീരപ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നിരവധിയായിട്ടുള്ള പള്ളികൾ, നിരവധിയായിട്ടുള്ള മക്ബറകൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ പുറത്തിയിൽ, മാണിയൂർ, നൂഞ്ഞേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് മുസ്ലിങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങൾ വ്യാപിക്കുന്നതിൽ വളപട്ടണം പുഴ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം പുറത്തിയിൽ അബ്ദുൽ ഖാദർ സാനി ബാലാഫത്തനി എന്നാണ് നമ്മൾ പറയുന്നത്. വളപട്ടണത്തിൻ്റെ പേര് ചേർത്തുകൊണ്ടാണ് പുറത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖിനെ വിവക്ഷിക്കുന്നത്. അബ്ദുൽ ഖാദർ സാനി എന്നാണ് അദ്ദേഹത്തെ പറയപ്പെടുന്നത്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് ഒരു രണ്ടാം മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ സാനി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പുറത്തിയലിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ അറിയാം, വളപട്ടണം പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ പുറത്തിയൽ അബ്ദുൽ ഖാദർ സാനി അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്കറിയാം സുഹർവർദിയിൽ ഹമദാനി, സുഹർവർദിയത്തിൽ കുബ്രത്തിൽ ഹമദാനിയ എന്ന് പറയുന്ന സൂഫി ഓർഡറിന്റെ കേരളത്തിലെ ഷെയ്ഖാണ് പുറത്തിയൽ അബ്ദുൽ ഖാദർ സാനി തങ്ങൾ. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ നമുക്കറിയാം കേരളത്തിലെമ്പാടും സുഹർവർദിയ തുരീഖത്തിന്റെ പ്രചരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നൂറുദ്ദീൻ ഷെയ്ഖ്, കല്ലായിലുള്ള നൂറുദ്ദീൻ ഷെയ്ഖ്, അങ്ങനെ പല ആളുകളും. ഞാൻ എൻ്റെ ഗവേഷണ കാലഘട്ടങ്ങൾ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഈ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം രേഖകൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂഞ്ഞേരി നമുക്കറിയാം, നൂഞ്ഞേരി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നതിന് പിന്നിൽ ഈ വളപട്ടണം പുഴ വലിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരമൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവ അടുത്ത് തന്നെ പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെ ഇത് മാത്രമല്ല, നമ്മൾ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ ചേർന്ന് നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുടെ മക്കാമുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളുടെയൊക്കെ നമ്മളെ ഒരു സൂക്ഷ്മമായിട്ടുള്ള സാമൂഹിക ചരിത്രത്തിൻ്റെ ഉപാദാന പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഇവയെ സമീപിക്കുമ്പോൾ ഇവയൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ലല്ലോ. ഒരു പ്രദേശത്ത് ആളുകൾ അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, ഇപ്പോഴും ഷെയർ ചെയ്യുന്ന, ഇപ്പോഴും ആളുകളുടെ ഒരു ആശാകേന്ദ്രമായി വർദ്ധിക്കുന്ന മക്കാമുകൾ ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തോട് എത്രത്തോളം ഒട്ടി നിൽക്കുന്ന ജനങ്ങളായിരുന്നു അല്ലെങ്കിൽ മഹാന്മാരായിരുന്നു അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ജനങ്ങളുടെ സാന്നിധ്യമുള്ള, മഹാന്മാരുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലരാശിയാണ് കണ്ണൂരും വളപട്ടണവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരു ആശയധാരയാണ് നമ്മൾ സൂഫിസം എന്ന് പറയുന്നത്. അത് വെറുപ്പിൻ്റെ ഒരു ആശയധാരയല്ല, ഉൾക്കൊള്ളലിൻ്റെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സംഗതിയുടെ ആശയധാരയാണ് നാം സൂഫിസം എന്ന് പറയുന്നത്. അത് ഇക്കാലത്ത്, ആസുരമായ ഇക്കാലത്ത് സൂഫി ഗുരുക്കന്മാരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും അവ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള മാറ്റങ്ങളെ പഠനവിധേയമാക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് അത്തരം ആശയങ്ങളെ സന്നിവേശിപ്പിക്കുകയും ചെയ്യേണ്ട ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന്, അതിലേക്കുള്ള ഒരു തുടക്കമാവട്ടെ ഇത്തരം സംവാദങ്ങളും ചർച്ചകളും ഒക്കെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംവദിക്കുവാൻ എന്നെ ക്ഷണിച്ച കണ്ണൂർ ജില്ലയുടെ SSFന്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.